സിനിമ പലരുടെയും സ്വപ്നമാണ്. ഒരിക്കലെങ്കിലും ഒരിക്കൽ സ്ക്രീനിൽ തങ്ങളുടെ മുഖം കാണാൻ ആഗ്രഹിച്ച് അതിനായി കഷ്ടപ്പെടുന്നവർ നിരവധിയാണ്. എന്നാൽ അതിലേക്ക് എത്തിപ്പെടുക എന്നത് എല്ലാവർക്കും എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. ചിലപ്പോൾ വർഷങ്ങൾ തന്നെ വേണ്ടിവരും. അവസരത്തിലേക്ക് എത്തിയാൽ പോലും പല കടമ്പകളും അവർക്ക് മറികടക്കേണ്ടി വരും. സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്ന പലർക്കും നേരിടേണ്ടി വരുന്ന ഒന്നാണ് കാസ്റ്റിംഗ് കൗച്ച്. പ്രത്യേകിച്ച് സിനിമാ ലോകത്ത് മേൽവിലാസമൊന്നുമില്ലാതെ കടന്നു വരുന്നവർക്ക്. അതിന് ഭാഷയുടെയോ ദേശത്തിൻ്റെയോ കാലത്തിൻ്റെയോ അതിർവരമ്പുകളില്ല. എല്ലായിടത്തും കാസ്റ്റിംഗ് കൗച്ച് നിലനിൽക്കുന്നതായി പലരുടെയും വെളിപ്പെടുത്തലുകൾ നമ്മളെ ഇന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരിക്കൽ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം വെളിപ്പെടുത്തിയ നടിയാണ് മൊണാലിസ. ഭോജ്പുരി സിനിമയിലെ മിന്നും താരമാണ് മൊണാലിസ. ഭോജ്പുരിയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികമാരിൽ ഒരാളായിരുന്നു. ഇപ്പോൾ ഹിന്ദി ടെലിവിഷൻ രംഗത്തെ മിന്നും താരമാണ്. അന്തര വിശ്വാസ് എന്നാണ് മൊണാലിസയുടെ യഥാർത്ഥ പേര്. തുടക്കത്തിൽ തെന്നിന്ത്യൻ സിനിമകളിലടക്കം അഭിനയിച്ചെങ്കിലും ഭോജ്പുരി സിനിമകളാണ് മൊണാലിസയെ താരമാക്കുന്നത്. പിന്നീട് ബിഗ് ബോസിലൂടെയാണ് മൊണാലിസ കൂടുതൽ ജനപ്രീതി നേടിയെടുത്തത്. കരിയറിന്റെ തുടക്കകാലത്ത് ബി ഗ്രേഡ് സിനിമകളിൽ മൊണാലിസ അഭിനയിച്ചിട്ടുണ്ട്. മറ്റൊരു മാർഗവും ഇല്ലാതെ വന്നതോടെയാണ് ബി ഗ്രേഡ് സിനിമകൾ അഭിനയിച്ചതെന്നാണ് മൊണാലിസ ഒരിക്കൽ തുറന്നു പറഞ്ഞത്. മാത്രമല്ല തുടക്കകാലത്ത് കാസ്റ്റിംഗ് കൗച്ചിനും ഇരയായിട്ടുണ്ടെന്നും മൊണാലിസ പറഞ്ഞിരുന്നു. തുടക്കക്കാർക്ക് കാസ്റ്റിംഗ് കൗച്ച് നേരിടേണ്ടി വരുന്നത് പതിവാണെന്നാണ് മൊണാലിസ പറഞ്ഞത്. കൊൽക്കത്തയിൽ നിന്നും അവസരം തേടി മുംബൈയിലെത്തിയപ്പോൾ തനിക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പകരം നല്ല അവസരങ്ങൾ നൽകാമെന്നതായിരുന്നു വാഗ്ദാനം. എന്നാൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതെ വന്നപ്പോൾ തനിക്ക് സിനിമയില്ലാതായി. ഇതോടെയാണ് ബി ഗ്രേഡ് സിനിമകളിലും സി ഗ്രേഡ് സിനിമകളിലും അഭിനയിക്കേണ്ടി വന്നത്. അതേസമയം നടിമാർക്ക് മാത്രമല്ല നടന്മാർക്കും കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള ചൂഷണങ്ങൾ നേരിടേണ്ടി വരാറുണ്ടെന്നും മൊണാലിസ വെളിപ്പെടുത്തിയിരുന്നു. താനും കാസ്റ്റിംഗ് കൗച്ചിന് വിധേയമായിട്ടുണ്ടെന്നും തുറന്നു പറഞ്ഞ് മൊണാലിസ തന്നെ നിർബന്ധിച്ച സ്വവർഗരതിക്ക് വിധേയാക്കിയിട്ടുണ്ടെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തുടക്കത്തിൽ നേരിടേണ്ടി വന്ന വെല്ലുവിളികളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട താൻ പിന്നീട് ക്ഷമയോടെ കാത്തിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഭോജ്പുരി സിനിമയിലേക്ക് എത്തുന്നത്. അതോടെ താരമായി മാറുകയായിരുന്നു. ഭോജ്പുരി സിനിമയിലെ ഏറ്റവും വലിയ നായകന്മാരിൽ ഒരാളാണ് മൊണാലിസ. ബിഗ് ബോസ് 10 മൊണാലിസ ഹിന്ദി ടെലിവിഷൻ രംഗത്തേക്ക് കടന്നു വന്നു. ഇതോടെ ഭോജ്പുരി സിനിമകളിൽ നിന്നും ഇടവേള എടുത്തു. ഹിന്ദി സിനിമകളിലും ബംഗാളി സിനിമകളിലും കന്നഡയിലും തെലുങ്കിലുമെല്ലാം നേരത്തെ അഭിനയിച്ചിട്ടുണ്ട്. മൊണാലിസ ബിഗ് ബോസിന് ശേഷം നസർ എന്ന പരമ്പരയിലാണ് മൊണാലിസ എത്തിയത്. പരമ്പര വലിയ ഹിറ്റായതോടെ ടെലിവിഷനിലും മൊണാലിസ താരമായി. തുടർന്ന് എക്ത കപൂറിന്റെ ബേക്കാബു എന്ന സീരിയലിൽ മൊണാലിസ എത്തിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് മൊണാലിസ. ഇപ്പോൾ താരം ഹിന്ദി ടെലിവിഷനിലെ നിറസാന്നിധ്യമാണ്. പ്രേം ലീല എന്ന പരമ്പരയിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്.